ഉച്ചയ്ക്ക് ചോറിനൊപ്പം നല്ലൊരു മോര് കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്ത് വേണമല്ലേ. അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും ഈ ഒരു മോര് കറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എനിക്കും. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 വറ്റൽമുളക് കീറിയത്, കുറച്ച് സവാള അരിഞ്ഞത്, കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയാണ് ആവശ്യം. അതിനുശേഷം ഞാനൊരു ജാറിലേക്ക് കുറച്ച് തൈര്, ഫ്രഷ് തൈരാണ്, ഞാൻ മിൽമയുടെ തൈരാണ് എടുക്കുന്നത്, അത് കുറച്ച് ആവശ്യത്തിന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ പരുവമെന്ന് പറയുന്നത്. നല്ല അരഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം അടുപ്പ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെയാണ് കടുക് വറുക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായി. ഇനി ഞാൻ കുറച്ച് കടുകിട്ട് കടുക് പൊട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. കുഞ്ഞുള്ളി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രം ഈ പറഞ്ഞതുപോലെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടാൽ മതിയാവും. ഞാൻ അതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പം ഈ കുഞ്ഞുള്ളി എന്ന് പറയുന്ന ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അളവ് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് സവാള ചെറുതായി അരിഞ്ഞ, കുഞ്ഞുള്ളിയുടെ അത്രയും അളവിലാണ് സവാള അരിഞ്ഞ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ഇട്ടൊന്ന് വഴറ്റി പിന്നെ ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുകയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നല്ല മണമാണ്, ആ പരിസരത്തൊന്നും നിൽക്കാൻ വയ്യ, ആ ഒരു തരത്തിൽ മണമാണ്. ശേഷം ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് കുറച്ച് കൂടുതൽ വേണം, കാരണം തൈരിൻ്റെ പുളിക്കൊപ്പം ഉപ്പ് നിൽക്കണം, എങ്കിലേ ആ രുചി കിട്ടത്തുള്ളൂ. നന്നായിട്ട് ഞാനൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിനി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയിട്ട് പാകത്തിന് മഞ്ഞൾപ്പൊടി ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുത്താൽ മതി. ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ഒരു മണം മാറുന്നവരെ വഴറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം ഇനി നമുക്ക് തീ വേണ്ട. ആ തൈര് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒരു കാരണവശാലും തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ഒഴിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. ഇപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നല്ല രുചിയേറിയ മോര് കറി ഇതാണ്. നമുക്ക് ചമ്പാവരി ചോറിൻ്റെ കൂടെ ആയാലും പച്ചരി ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ ഏത് അരിയുടെ കൂടെ ആയാലും നമുക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ആതിര. ബൈ ബൈ.